ഉറൂസ് കഴിഞ്ഞത്രേട്ടയുടെ ബാംഗ്ലൂരിൽ മജസ്റ്റിക്കിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹസ്രത്ത് തവക്കൽ മസ്താൻ ഷാ ദർഗയാണ് ഈ കാണുന്നത്. ഞാൻ വരുന്ന ടൈമിൽ ഉറൂസ് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. സുഹറവർത്തിയ ആത്മീയ സരണിയിൽപ്പെട്ട ഒരു സൂഫിവര്യനാണ് തവക്കൽ മസ്താൻ ഷാ. പള്ളിയിൽ നിന്നും പുറത്തിറങ്ങിയാൽ നേരെ കാണുന്നത് ഈ ദർഗയിലേക്കുള്ള വാതിലാണ്. ടിപ്പു സുൽത്താൻ്റെയും ഹൈദരാലിയുടെയും കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ചരിത്രവും അറിയപ്പെടുന്നത്. ബാംഗ്ലൂർ മജസ്റ്റിക്കിലെ KSR റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 15 മിനിറ്റ് നടന്നാൽ ഏകദേശം 1.5 കിലോമീറ്റർ നേരെ ഇവിടെ എത്തുന്നതാണ്. ഹൈദരാലി ബാംഗ്ലൂർ കോട്ട പുനർനിർമ്മിക്കുന്നതിനിടയിൽ കൂലിയൊന്നും വാങ്ങാതെ തവക്കൽ മസ്താനും കൂടെയുള്ള 2 സഹോദരന്മാരും പണിയെടുക്കുന്നതായിട്ട് കണ്ടു. അവരോട് എന്ത് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു പള്ളി നിർമ്മിച്ചു തരണമെന്ന് പറഞ്ഞു. പള്ളിയുടെ പണി തുടങ്ങിയ ശേഷം തവക്കൽ മസ്താൻ മരണപ്പെട്ടു. പിന്നീട് ടിപ്പു സുൽത്താനാണ് ഈ പള്ളിയുടെ പണി പൂർത്തിയാക്കിയത്. ഇവിടെ ഉറൂസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അപ്പം അതിൻ്റേതായ ഒരു പുതുമ മോടിയുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട്. ഉറൂസ് നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ടാണ്. കാരണം ഇതൊക്കെ പൂക്കളാണ്. ये रोज एक जलाना उतार को हाँ फिर मैं उतार को जलाओ कितना डाला 800 उतार को पड़दा आज रखना घर में सुबह पढ़ना नमाज के लिए और वो नंबर पे डालो so karpa काय झालंय ना यार गेमा तो karpa അറേബ്യയിൽ നിന്നാണ് മതപ്രബോധനത്തിനായി തവക്കൽ മസ്താനും 2 സഹോദരന്മാരും ഇന്ത്യയിൽ വന്നിറങ്ങിയത്. അവർ ആദ്യം തമിഴ്നാട് ഭാഗത്തേക്ക് ആണ് പോയത്. അതിന് ശേഷമാണ് ബാംഗ്ലൂരിലേക്ക് എത്തിയത്. അത് ഹൈദരാലി ടിപ്പു സുൽത്താൻ കാലഘട്ടത്തിലായിരുന്നു. मुस्तफा जाने रहमत पे लाखों सलाम शम्ए बद में हिदायत पे आखों सलाम चांद टुकड़े हुआ लोहा पानी हुआ उंगलियों की तरह मत पे लाखों सलाम मुस्तफा जाने रहमत पे लाखों सलाम शम्ए बज़ में हिदायत पे लाखों सलाम रहमत पे
ഈ ഖബറിനടുത്ത് തന്നെ വേറൊരു 2 ഖബറും കൂടി അവിടെ കാണുന്നുണ്ട്. അത് തവക്കൽ മസ്താൻ്റെ 2 സഹോദരന്മാരുടെ ആയിരിക്കണം. उरूस एപ്പോൾ കഴിഞ്ഞേ? उरूस हो गया इस्मान, गए थे क्यों? एक हफ्ता पहले. हाँ, 1 हफ्ता पहले. ബാംഗ്ലൂരിലെ പഴയ പ്രദേശങ്ങളാണിതൊക്കെ, അഥവാ ഓൾഡ് ബാംഗ്ലൂർ. ഈ ദർഗ സ്ഥിതി ചെയ്യുന്നത് ഓട്ടൻപേട്ടിലാണ്. ഈ പേട്ട് എന്ന് പറഞ്ഞെങ്കിൽ ചന്ത, പഴയകാല പേരാണത്. അങ്ങനെ കുറേ പേട്ടുകളുണ്ട് ഇവിടെ. ചിക്പേട്ട്, തൊട്ട്പേട്ട്, കോട്ടൻപേട്ട്, അങ്ങനെ കുറേ ഉണ്ട്. പഴയകാല രാജാവായിരുന്നല്ലോ കെമ്പഗൗഡ ഇൻ്റർനാഷണൽ എയർപോർട്ട് കേട്ടിട്ടില്ലേ? അതുപോലെ അദ്ദേഹമാണ് ഈ നഗരം സ്ഥാപിച്ചത്. അദ്ദേഹമാണ് കുറേ തെരുവുകൾ സ്ഥാപിച്ചത്. ക്ലോക്കാണ്. ഫിക്സഡ് റേറ്റ് 500 കണ്ടില്ലേ? പർദ്ദ മനസ്സിലല്ലോ. तो अभी मैं चला रहा हूँ, मोबाइल है आओ, क्या बनाओ? കുറച്ച് ചായ കണ്ടാക്കിനാ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇവിടുത്തെ ചായക്ക് ചെറിയ ഗ്ലാസ്സിൽ. ചിക്കനാ? ബീഫിന് എത്ര പ്ലേറ്റിന്? പ്ലേറ്റിന് എത്ര? 110. ബാംഗ്ലൂരിലെ KSR റെയിൽവേ സ്റ്റേഷൻ ഉണ്ടല്ലോ, മജസ്റ്റിക്, അവിടുന്ന് കുറച്ച് നടക്കാനേ ഉള്ളൂ, എളുപ്പത്തിലെത്താം. ഇരിക്കുന്നവർക്കൊക്കെ ഭക്ഷണം വിതരണം ചെയ്യും. അതാണ് ഈ ദർഗകളുടെ പ്രത്യേകത. അതാണ്